നമസ്കാരം. ലോകത്തെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം നിരയിൽ നിൽക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. പല രാജ്യങ്ങളിൽ നിന്നും ഇവർ വൻ തുകകളാണ് കടമായി പല ഘട്ടങ്ങളിലായി വാങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇവയൊന്നും തന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. സൗദി അറേബ്യ വളരെയധികം സാമ്പത്തിക സഹായം പാകിസ്ഥാന് പല ഘട്ടങ്ങളിലായി നൽകിയിട്ടുണ്ട്. അതിന് പകരമായി പാകിസ്ഥാൻ അവർക്ക് പലപ്പോഴും സൈനിക സഹായം നൽകിയിട്ടുണ്ട്. സൈനിക പരിശീലനവും അതുപോലെ മറ്റ് പല സൈനികവുമായി ബന്ധപ്പെട്ട പ്രതിരോധ മേഖലകളിൽ പല കാര്യങ്ങളിലും സഹകരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ ഇപ്പോൾ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ആദ്യം $4 ബില്യൺ വായ്പയെ അനുവദിച്ചത്. അതിന് തൊട്ട് പിന്നാലെയാണ് വിമാനങ്ങളുടെ നിർമ്മാണത്തിനും മറ്റുമായി $2 ബില്യൺ കൂടി സൗദിയിൽ നിന്ന് കടം വാങ്ങിയത്. ഈ $2 ബില്യൺ ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത്. ഇതെങ്ങനെ തിരികെ കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ പാകിസ്ഥാനും ഒരെത്തും പിടിയില്ല. കാരണം പൈസയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ തീരുമാനിച്ചിട്ടുള്ളത് അവരുടെ കൈവശമുള്ള JF-17 യുദ്ധവിമാനങ്ങൾ ഈ പണത്തിന് പകരമായി സൗദി അറേബ്യയ്ക്ക് നൽകുക എന്നുള്ളതാണ്. പാകിസ്ഥാനോ സൗദി അറേബ്യയോ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ പ്രമുഖ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആധികാരികമാണ് എന്ന് തന്നെ കരുതേണ്ടി വരും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയുമായി എപ്പോഴും നല്ല ഒരു ബന്ധം തന്നെ അവർ കാത്തു സൂക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ വിമാനങ്ങൾ ഇപ്പോൾ സൗദിക്ക് കൊടുത്ത് ഈ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചൈനയുമായി സഹകരിച്ചാണ് പാകിസ്ഥാൻ ഈ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത്. ഒരുപാട് ആധുനിക സൗകര്യങ്ങളുള്ള വിമാനമാണ് ഇതെന്നാണ് ചൈന പലപ്പോഴായി അവകാശപ്പെട്ടിരുന്നത്. മാത്രമല്ല ഇതിൽ ഉപയോഗിക്കുന്ന തോക്കുകളൊക്കെ തന്നെ പഴയ റഷ്യൻ നിർമ്മിത തോക്കുകളുടെ പുതിയ പതിപ്പാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളുമുള്ള ഈ വിമാനങ്ങൾ സൗദി അറേബ്യയ്ക്ക് നൽകുക എന്ന് പറയുമ്പോൾ ഇത് പാകിസ്ഥാന് ലഭിക്കേണ്ട വിമാനങ്ങളാണ് ഇപ്പോൾ സൗദി അറേബ്യയ്ക്ക് കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ കഴിയുകയില്ല. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ദയനീയമായ സ്ഥിതിയിലാണ്. പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി തന്നെ ഈയിടെ സൗദി അറേബ്യയിൽ നേരിട്ടെത്തി ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഞങ്ങൾ പണം തിരികെ തരാൻ നിർവാഹമില്ല, തൽക്കാലത്തേക്ക് ഞങ്ങൾ ഈ വിമാനം തന്ന് കടം വീട്ടിക്കൊള്ളാം എന്നവർ പറഞ്ഞു എന്നാണ് കരുതപ്പെടുന്നത്. പഴയതുപോലെ തന്നെയാണ് വീണ്ടും അസ്ഥിരതയാണ് നിലനിൽക്കുന്നത്. സൈനിക മേധാവിയായ അസീം മുനീർ തന്നെയാണ് എല്ലാ കാര്യത്തിലും അന്തിമ തീരുമാനമെടുക്കുന്നത്. അവിടുത്തെ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും ഒന്നും യാതൊരു കാര്യവുമില്ലാത്ത രീതിയിലാണ് അസീം മുനീർ മുന്നോട്ട് പോകുന്നത്. അമേരിക്കയുമായൊക്കെ തന്നെ ചർച്ച നടത്തുന്നതും ഏത് രാജ്യത്തും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട എന്ത് ചർച്ച ഉണ്ടെങ്കിലും അതൊക്കെ തന്നെ പോകുന്നത് അസീം മുനീറാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഏറെ പ്രിയപ്പെട്ടവനായി അസീം മുനീർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അസീം മുനീർ അമേരിക്കയിലെത്തിയ സമയത്തൊക്കെ തന്നെ വൈറ്റ് ഹൗസിൽ ഒരു രാഷ്ട്രത്തലവൻ നൽകുന്ന തരത്തിലുള്ള വരവേൽപ്പാണ് അവിടെ ലഭിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ്റെ ഒരു ഗതികേടാണ് ഈ വിമാന വിൽപ്പനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവർക്ക് പണമില്ല, രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ആഭ്യന്തര കലാപങ്ങൾ, ഒരു വശത്ത് തീവ്രവാദി ആക്രമണങ്ങൾ, അങ്ങനെ ആർക്കെങ്കിലും വിമാനം വിറ്റ് 4 കാശ് കിട്ടുമോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള ലിബിയൻ നാഷണൽ ആർമിക്ക് പോലും, അതുപോലൊരു സംഘടനയ്ക്ക് പോലും ഇവർ വിമാനം കൈമാറി എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ്റെ ഗതികേടിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ലോകത്തെ നിലവാരമുള്ള രാജ്യങ്ങൾക്ക് വിമാനം അല്ലെങ്കിൽ നമ്മുടെ മറ്റ് പ്രതിരോധ ഉപകരണങ്ങളൊക്കെ കൊടുക്കാൻ തയ്യാറെടുക്കുമ്പോൾ പാകിസ്ഥാനാകട്ടെ തീവ്രവാദികൾക്ക് പോലും വിമാനം കൊടുത്ത് കാശുണ്ടാക്കാനുള്ള നെട്ടോട്ടമാണ് ഇപ്പോൾ നടത്തുന്നത്. കാരണം പാകിസ്ഥാനിലെ ജനത അതൃപ്തരാണ്. ഏത് നിമിഷം വേണമെങ്കിലും അവരുടെ തിരിച്ചടിയുമായി രംഗത്തെത്താനും ഇറാനിലൊക്കെ ഇപ്പോൾ സംഭവിക്കുന്ന പോലെ വലിയൊരു ജനകീയ പ്രക്ഷോഭം ആരംഭിക്കാനുള്ള സാധ്യതയും മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗതികെട്ട അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ സ്വന്തം വിമാനങ്ങൾ സൗദി അറേബ്യയ്ക്ക് കൊടുത്ത് തൽക്കാലം അവരിൽ നിന്ന് വാങ്ങിച്ച കടം വീട്ടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്.